സീരിയൽ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഏതോ ജന്മകൽപ്പന ഈ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ പ്രീതിയാണെങ്കിൽ അവശയായി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മനോരമേനെ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വാ, മോക്ക് കുടിക്കാനെന്ന് പറയാം കേട്ടോ. അപ്പം പറയുന്നിട്ട് ഞാൻ എടുത്തിട്ട് വരാനോ എന്ന് പറയാം. അപ്പോൾ അതിന് പിന്നെ വേറെ ആരുടെ പറഞ്ഞു, നിന്നോട് തന്നെ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞ്. അങ്ങനെ ദേഷ്യത്തിൽ അങ്ങ് അടുക്കളയിലോട്ട് പോവുക കേട്ടോ. മനോരമേൻ്റെ പോയിട്ടാണെങ്കിൽ അവിടെ പോയിട്ട് കല്യാണം കഴിഞ്ഞ കൂടിയില്ല, അതിനൊന്നും ഞങ്ങൾക്ക് വെള്ളം എടുത്ത് കൊടുക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയാൽ ഇനി മരുമോൾ എന്നെ ഭരിക്കുമെന്ന രീതിയിലൊക്കെ ഇങ്ങനെ പ്രീതിയാണെങ്കിൽ പിന്നെ മനോരമ ആൻറ്റിയോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നതൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം എടുത്തുകൊണ്ട് നമ്മുടെ മനോരമ ആൻറ്റി കൊടുക്കണതും പ്രീതിയാണെങ്കിൽ വലിയ കൊച്ചമ്മ മാതിരി ഞാൻ ചൂടുവെള്ളമല്ലല്ലോ ചോദിച്ചത് തണുത്ത വെള്ളമാണ് നിങ്ങൾ എനിക്ക് കൊണ്ടുവരുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. മനോരമ ആൻറ്റി വിചാരിക്കുന്നുണ്ട്, അവളെ മുന്നിൽ ഞാൻ ഒരു അടിമയെ പോലെ ജീവിക്കേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് പിന്നെ പ്രീതിക്ക് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കാം കേട്ടോ മനോരമ ആൻറ്റി. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ വെള്ളം എടുക്കാൻ പോയതാ അല്ല കിണർ കുഴിച്ച് വെള്ളം എടുത്തോണ്ട് വന്നതാണോ, ഇത്രയും സമയം നീ എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, അത് പിന്നെ ഇത് ലാസ്റ്റ് അവസാനത്തെ വെള്ളമാണ് നിനക്ക് ഞാൻ കൊണ്ടുവരണം, ഇനി നിനക്ക് ഞാൻ വെള്ളമൊന്നും ഞാൻ നിനക്ക് കൊണ്ടുതരത്തില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീതിയോട് ദേഷ്യപ്പെടുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി മനോരമയോട് പറയും, നിന്റെ സംസ്കാരമില്ലാത്ത സംസാരം ഇവിടെ എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ആൻറ്റിയെ പോകാനായിട്ട് പറയുക കേട്ടോ. അപ്പോൾ മനോരമ ആൻറ്റി പറയുന്നുണ്ട്, ഈ പിന്നെ മുത്തശ്ശി വളർത്തും കാലം എനിക്ക് ഇവിടെ ഭരിക്കാനും പറ്റില്ല, ഇവിടെ അടിമയെപ്പോലെ ഞാൻ ജീവിക്കേണ്ടി വരുമോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ മനോരമ ആൻറ്റി. എന്നിട്ടാണെങ്കിൽ നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതിയെ കാണാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ആംബുലൻസിൽ കൊണ്ടുപോയതും പിന്നെ അവർ പറഞ്ഞല്ലോ കുട്ടിയുടെ ദേഹത്തൊക്കെ നല്ല മുറിവുണ്ടെന്നും കുറച്ച് സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആകെ വിഷമിച്ച് സമനില തെറ്റി ഇങ്ങനെ തേരപാര ഇങ്ങനെ നോക്കി ഇങ്ങനെ കാറിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ പ്രീതിയാണെങ്കിൽ ആ വിഷമിച്ച് ഇങ്ങനെ ഒരിടത്ത് വന്നിരിക്കും കേട്ടോ. മനോരമ ആൻറ്റി പറഞ്ഞത് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പത്തേന് ആകാശ് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ പ്രീതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ചെമയൊക്കെ മാറിയില്ലേ കുറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ മാറി, പിന്നെ എന്താ താനിങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. പ്രീതി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക. അപ്പം ആകാശ് പറയുന്നുണ്ട്, അമ്മ എന്തെങ്കിലുമൊക്കെ പറയുക, അമ്മയുടെ സ്വഭാവം ഇങ്ങനെ തന്നെ, എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ അമ്മയെ ശ്രമിച്ചിരുന്നാലും അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പ്രീതി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എന്തായാലും അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സിനുള്ളിൽ നല്ലൊരു സ്നേഹമുള്ളൊരു മനസ്സൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്തായാലും അമ്മ ഈ കല്യാണത്തിന് സമ്മതിച്ചല്ലോ, ആദ്യം തന്നെ വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ പ്രീതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി വിളിക്കുക കേട്ടോ. ശരി അമ്മായി വിളിക്കുക, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പ്രീതി അങ്ങ് പോവാട്ടോ. അപ്പം നമ്മുടെ ആകാശ് അത് വിഷമിച്ചിരിക്കുക കേട്ടോ. മനോരമ ആൻറ്റിയുടെ ഈ സ്വഭാവമൊക്കെ ഇനി എന്താ മാറും, അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആള് ഇനിയിപ്പം പ്രീതിക്ക് വേറെ കല്യാണം ആയി മുടങ്ങിയത് അറിയുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും ആ ഷോക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുമ്പോഴത്തേനും ശരി അടുത്ത് വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ആകാശിന് എന്താ നീ ആലോചിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മയുടെ കാര്യമാണെന്നൊക്കെ പറയുക. അപ്പത്തേനും അതൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് പറയുമ്പോൾ ആകാശ് പറയുന്നുണ്ട്, ചേച്ചിയോട് ആയതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, പ്രീതിക്ക് ആദ്യം ഒരു കല്യാണം ആയതാണ്, അത് മുടങ്ങിപ്പോയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ ഇതിന് അമ്മായി അറിയാൻ മനോരമ ആൻറ്റി അറിയണമെങ്കിൽ അത് മാത്രം മതി, കാരണം പ്രീതിയിൽ നിന്ന് ഒരു സ്വഭാവത്തിനോ അല്ലെങ്കിൽ പ്രീതിയിൽ നിന്ന് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് അമ്മായി ഈ കല്യാണത്തിൽ സംഭവിച്ചത് തന്നെ. അപ്പം ഇതറിയുമ്പോഴത്തേനും എന്തായി അമ്മായിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അമ്മായി എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് അറിയാട്ടാ. അപ്പം ആകാശ് പറയുന്നുണ്ട്, എനിക്കൊന്ന്, എന്നിട്ട് അഞ്ജലി ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ മുടങ്ങി എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, അശ്വിൻ ചേട്ടനെ അറിയാം, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് വേറെ ഒത്തായിട്ടൊന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി മണ്ഡപം അലങ്കരിക്കാനായിട്ട് 2-3 പേര് വന്നു കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ അഞ്ജലിയുടെ കല്യാണത്തിന് നിങ്ങൾ മണ്ഡപം അലങ്കരിച്ചത് എല്ലാവർക്കും ഇഷ്ടമായി, അതുകൊണ്ടാണ് നിങ്ങളെ അലങ്കരിക്കാനായിട്ട് നമ്മൾ വിളിച്ചത് എന്നൊക്കെ പറയുക കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിയുടെ അച്ഛനും ശ്രുതിയുടെ അമ്മയും പ്രീതിയും അതുപോലെ തന്നെ അമ്മയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, ഇവരും പട്ടാമ്പിക്കാരാണ്, പാലക്കാടുള്ളവരാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോഴത്തേനും നമ്മുടെ മനോരമ ആൻറ്റിയിൽ ബാക്കിൽ 2 താലമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ, പൂവൊക്കെ വെച്ചിട്ട്. അപ്പോഴത്തേനും അഞ്ജലിയുടെ കല്യാണത്തിന് ഇവരായിരുന്നു നടത്തിയത്. നല്ല എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ആകാശിന്റെ കല്യാണത്തിന് നിങ്ങളെ തന്നെ വിളിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും പറയുന്നുണ്ട്, ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇത് ബേക്കറി നടത്തിയിരുന്ന അശോക് ഏട്ടൻ്റെ മോളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കല്യാണത്തിനും പ്രീതിയുടെ കല്യാണത്തിനും ഞങ്ങളായിരുന്നു മണ്ഡപം അലങ്കരിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ കല്യാണം മുടങ്ങിപ്പോയല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ആരും നിൽക്കുന്നുണ്ട്, മനോരമ ആൻറ്റി ബേക്ക് നിൽക്കുന്നുണ്ട്, മുത്തശ്ശിയൊക്കെ കേട്ടിങ്ങനെ എട്ടി നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ അഞ്ജലിയോട് ആകാശ് പറയുന്നുണ്ട്, എന്തായാലും ഈ കാര്യം മറച്ചു വെക്കാൻ പറ്റില്ല, എങ്ങനെ പെട്ടെന്ന് അമ്മയോടത്ത് ഈ വിവരം പറയണം എന്നിങ്ങനെ ആകാശ് അഞ്ജലിയോട് സംസാരിക്കാം കേട്ടോ. അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, എന്തായാലും നീ ഇത് മിന്നി മറച്ചു വെക്കേണ്ട, ശരി, നീ എന്തായാലും ഇത് മനോരമ ആൻറ്റിയോട് പറയുമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാകുന്നത്. അപ്പോഴത്തേനും ഇത് കേൾക്കുമ്പോഴത്തേനും മനോരമ ആൻറ്റി ആ താലമൊക്കെ എടുത്ത് താഴെ എടുത്ത് ഇടുക കേട്ടോ. ഇത് കേട്ട് പേടിച്ച് പ്രീതി തിരിഞ്ഞ് നോക്കുമ്പോൾ മനോരമ ആൻറ്റി ഇങ്ങനെ ദേഷ്യത്തിൽ നിന്നിട്ട് ഇങ്ങനെ കയറി പോകുന്ന സീനാണ് കേട്ടോ കാണുന്നത്. എന്നിട്ട് നമ്മുടെ ആകാശിന്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും നാളെ തൊട്ട് പണി നടത്താൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ലതുപോലെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ പോവാട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ അശ്വിനെ കാണിക്കുക കേട്ടോ. അശ്വിനാണെങ്കിൽ കാലിങ്ങനെ വിഷമിച്ചിരിക്കുക കേട്ടോ. അത് ശ്രുതിയെ കുറച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒരു കടയിൽ പോയിട്ട് കപ്പലണ്ടിയുടെ വിലയൊക്കെ ചോദിക്കുകയും എത്ര രൂപ എന്നൊക്കെ ചോദിക്കുക, അവരുടെ ഉടക്കി കൊണ്ടുവയ്ക്കുന്ന സീനൊക്കെ നമ്മുടെ അശ്വിൻ ഇങ്ങനെ കാണുക കേട്ടോ. അശ്വിൻ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക. പിന്നെ സീരിയസ് എന്ന് വെച്ചാൽ ആക്സിഡന്റ് പറ്റിയത് ശ്രുതിക്കാണെന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിയെ കാണുമ്പോൾ ആകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഒന്നറിയാത്ത പോലെ ഒന്നിങ്ങനെ അങ്ങ് ബാർഗെയിൻ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുക കേട്ടോ, വില പേശിക്കൊണ്ട് നിൽക്കുക കടക്കാരനോട്. അപ്പോഴത്തേനും നമ്മുടെ മനോരമ ആൻറ്റിയാണെങ്കിൽ നമ്മുടെ പ്രീതിയുടെ വീട്ടുകാരൊക്കെ ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, എന്നാലും നിങ്ങളൊക്കെ ഇല്ലേ പറഞ്ഞത്, ഞാൻ ആദ്യമേ പറഞ്ഞ് ഈ കല്യാണം വേണ്ടെന്ന്, ഇവള് കല്യാണം മുടങ്ങിയിട്ട് 2ാം കല്യാണമാണ്, ഒരിക്കൽ കല്യാണം മുടങ്ങിയിട്ട് വീണ്ടും എൻ്റെ മോനെ വശീകരിച്ചവൻ എടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയുടെ അമ്മ എന്തോ സംസാരിക്കാൻ വേണ്ടി നിൽക്കുക, എൻ്റെ മോളുടെ കല്യാണം മുടങ്ങി, ഇനി ഈ കല്യാണം കൂടെ മുടങ്ങിയുള്ള അവസ്ഥ എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ മിണ്ടി പോവല്ലേ, എൻ്റെ മോനെ നിങ്ങൾ ചതിക്കാൻ നോക്കിയതല്ലേ, എൻ്റെ മോന് പാവാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുള്ളതുകൊണ്ടല്ലേ എൻ്റെ മോനെ ചതിക്കാൻ നോക്കിയത്, ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ് വേണ്ടാന്ന്, നിങ്ങളെല്ലാവരും കൂടി ചതിക്കുകയായിരുന്നു, ചീറ്റ് ചെയ്യായിരുന്നു, പാവ എൻ്റെ മോനെ ഒന്നും അറിഞ്ഞില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഒരു വാക്ക് പോലും ആരും പറയാൻ സമ്മതിക്കാത്ത അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് മനോരമ ആൻറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതി പെട്ടെന്ന് പറയുന്നുണ്ട്, ആരും പറയണ്ട, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ആകാശ് സാറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒരു കല്യാണ ആലോചന വന്നതും അത് മുടങ്ങിയതാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോഴത്തേനും ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, ആകാശിനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേനും മനോരമ ആൻറ്റിക്ക് ഒന്നും പറയാനില്ലാതെ ഇങ്ങനെ ആകാശിൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കുന്നു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.